ഓരോരുത്തരും കമ്മിറ്റിക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിനെ നേരത്തെ ഈ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുൻപ് ഞങ്ങളെ കേട്ടിട്ടില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ട്, അതായത് ആരോപണ വിധേയരെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലേക്ക് ഓടിയ ആളുകൾ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞതല്ല യഥാർത്ഥ ചിത്രം എന്ന് വ്യക്തമാക്കുന്ന രീതിയിലല്ലേ ഈ റിപ്പോർട്ടിലെ കണ്ടന്റ് പുറത്തു വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും മഞ്ജുഷ്, ആ രീതിയിൽ തന്നെയാണ്. ആദ്യം ഇതിനകത്ത് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്ന WCC ആണ്. അവർ ആ WCCയിലെ അംഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈ മലയാള സിനിമയിലെ എല്ലാ ചലച്ചിത്ര മേഖലയിലും പ്രവർത്തിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് അവർ ശബ്ദിച്ചത്. ഈ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അത് പലപ്പോഴായിട്ട് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി കാസ്റ്റിംഗ് കൗച്ചിന്റെ കാര്യത്തിൽ പുതുമുഖങ്ങൾക്കാണ് അത് പ്രത്യേകിച്ചും അത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. പക്ഷേ മഞ്ജുഷ ആമുഖത്തിൽ പറഞ്ഞ പോലെ ഈ സൂപ്പർ സ്റ്റാറുകൾ, മെഗാസ്റ്റാറുകൾ ഇതിന് ഉത്തരം പറയേണ്ടി വരും എന്ന് പറഞ്ഞതിനകത്തൊന്നും എനിക്ക് വിശ്വാസമില്ല. അങ്ങനെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായിട്ട് 3-4 പതിറ്റാണ്ടായിട്ടൊക്കെ മലയാള സിനിമയിൽ നിൽക്കുന്നവരൊക്കെ ഇത്തരം താഴ്ന്ന ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് മലയാള സിനിമയിൽ ഇത്രയും നാൾ നിൽക്കാൻ സാധിക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എല്ലാ നാണയത്തിനും 2 വശമുള്ളതുപോലെ തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ, പക്ഷെ ഒരു പരിധി വരെ ഈ WCC ഈ പ്രശ്നങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടെല്ലാം കൊടുത്തതിന് ശേഷം സംഘടനാപരമായിട്ട് അമ്മയാണെങ്കിലും ഫെഫ്കെ ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണെങ്കിലും ഈ സ്ത്രീകൾക്ക് അവർക്ക് പ്രാഥമിക കാര്യങ്ങൾ മാത്രമല്ല, ഈ വസ്ത്രം മാറാൻ അതിനൊക്കെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളായിരുന്നു. അപ്പം അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പോംവഴി കാണുവാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴും ഈ പ്രശ്നങ്ങൾ ഇൻഡസ്ട്രിയിലുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വളരെ സങ്കടകരമായ കാര്യമാണ്. ഇതിന് പക്ഷെ വേറൊരു വശമുണ്ട്. ഇതിപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പലരുടെയും ആരോപണങ്ങൾ ശരിയാണെന്ന് തന്നെ വിചാരിക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ ഞാൻ എടുക്കുന്നു. ഓക്കെ, പക്ഷേ അല്ലാത്ത വശങ്ങളുമുണ്ട് എന്ന് നമുക്ക് ഈ അടുത്ത കാലത്തുണ്ടായ അനുഭവം നമുക്കറിയാം. അതായത് നാഷണൽ അവാർഡ് വരെ നേടിയ ഒരു നിർമ്മാതാവിന്റെ അടുത്ത 2-3 പടങ്ങളിൽ അഭിനയിച്ച ഒരു നടിക്ക് 4ാമത്തെ ഒരു പടത്തിൽ വേഷമില്ലെന്നറിഞ്ഞപ്പോൾ പൊടുന്നനെ അത് ഒരു സെക്ഷൽ അബ്യൂസിന്റെ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് അവർ പോലീസ് കേസാക്കുകയും അദ്ദേഹത്തിനെ ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യനാക്കുന്ന രീതിയിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും കാര്യം ചെയ്തെങ്കിലും കോടതിക്ക് ഇതിന്റെ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കോടതി അദ്ദേഹത്തിനെ വെറുതെ വിടുകയും ചെയ്തു. അപ്പം അത്തരം കാര്യങ്ങളും ഉണ്ട്. അതായത് തനിക്ക് കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും എന്ന് പറയുന്ന അവസ്ഥയും ഉണ്ട്. അപ്പൊ ഇത് 2 വശങ്ങളും ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് യഥാർത്ഥത്തിലുള്ള സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം തന്നെയാണ്. അതിന് ഒരു ശാശ്വതമായ പരിഹാരം കാണേണ്ടത് തന്നെയാണ്. ഈ 5 വർഷക്കാലം നമ്മുടെ പൊതുജനത്തിന്റെ നികുതി പണത്തിൽ നിന്നും ഖജനാവിൽ നിന്നും ചെലവാക്കിയിട്ട് ഇത്രയും നാളും ഇത് വലിച്ചു താമസിപ്പിച്ചതിന് തെറ്റായ കാര്യമാണ്. ഇതിനകത്ത് ആരൊക്കെതിരെ എന്തു പറഞ്ഞു എന്നുള്ളതിനേക്കാൾ ഏറെ ഞാൻ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ. ബഹുമാനിയായ ജസ്റ്റിസ് ഹേമയാണെങ്കിലും മലയാളത്തിന്റെ മരുമകളായിട്ട് വന്ന ശാരദ മാഡം ആണെങ്കിലും മറ്റ് ഇതിനകത്ത് ഒരാളും കൂടെ എനിക്ക് പേര് അത്ര സുപരിചിതമല്ല. എന്തായാലും അവരെല്ലാം പറഞ്ഞിരിക്കുന്ന പോലെ നിർദ്ദേശങ്ങൾ, ഇത് ഈ റിപ്പോർട്ട് സർക്കാരിന് കിട്ടിയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു 2-2.5 വർഷത്തോളമായിട്ടും ആ നിർദ്ദേശങ്ങൾ സർക്കാരിന് പാലിച്ചു തുടങ്ങാമായിരുന്നു. അല്ലെങ്കിൽ പാലിച്ചിട്ടില്ല. അതിലേക്ക് നമുക്ക് വരാം. 4 വർഷത്തിലേറെയായി. 2019 ഡിസംബർ 31-നാണ് ഈ റിപ്പോർട്ട് സർക്കാരിന് കിട്ടിയത്. 4 വർഷത്തിലധികമായി അട്ടത്ത് വയ്ക്കുകയായിരുന്നു സർക്കാർ ചെയ്തത്. ഇത്രയും ബൃഹത്തായ കാര്യങ്ങൾ, ഇത്രയും നിർദ്ദേശ രൂപേണയും മൊഴികളുടെ രൂപത്തിലും ഒക്കെയുള്ള റിപ്പോർട്ട് സർക്കാർ എന്തിന് പൂഴ്ത്തിവെച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതും സർക്കാർ തന്നെയാണ്. മറ്റൊരു കാര്യം, KB വത്സരകുമാരി ആയിരുന്നു ഇതിലെ 3ാമത്തെ അംഗം. മറ്റൊരു കാര്യം, താങ്കൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ഈ ഞാൻ ഇൻട്രോയിൽ സൂചിപ്പിച്ചത് പോലെ ഈ താരരാജാക്കന്മാരുടെ കാര്യമൊന്നും അവരൊന്നും ഇത് ഉണ്ടാവില്ല എന്ന് താങ്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയുണ്ട്. അവർക്ക് അങ്ങനെയാണെങ്കിൽ ഇത്രയും വർഷം നിലനിൽക്കാൻ കഴിയുമോ എന്ന്. ശരി, ആരുടെയും പേരുകൾ പറഞ്ഞിട്ടില്ല എന്ന് വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് ആരെയും സംശയനിഴലിൽ നിർത്തേണ്ട. അത് മാത്രമല്ല, ആരുടെയും പേരുകൾ പറയാത്തത് കൊണ്ട് തന്നെ പലരും സംശയനിഴലിൽ ആണ് താനും. അത് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനും പറ്റുകയില്ല. പക്ഷേ ഇവിടെ ഒരു വലിയ സംഘടനയുണ്ട്, ശ്രീ മഹേഷ്. അമ്മ എന്നുള്ള സംഘടന എത്രയോ വർഷമായി മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നു. അവരും സംശയനിഴലിലാണ്. അവരുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ. ശരി, താരരാജാക്കന്മാർക്ക് ഒന്നിലും ഒരു പങ്കാളിത്തവുമില്ല. ഒന്നും കാണാതെ മാറി നിന്ന് ഇതെല്ലാം ആസ്വദിക്കുകയല്ലല്ലോ താരരാജാക്കന്മാരുടെ കർത്തവ്യം എന്ന് പറയുന്നത്. ഇവരൊന്നും ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ശ്രീ മഹേഷ്?
ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുമ്പോൾ 15 അംഗം 10 മുതൽ 15 പേരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് ഈ കമ്മിറ്റി വിലയിരുത്തുമ്പോൾ കണ്ടെത്തുമ്പോൾ അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ ഈ കമ്മിറ്റിക്ക് കിട്ടുമ്പോൾ അതിൽ ഇവർക്കൊന്നും ഒരറിവുമില്ല, ഞങ്ങൾക്ക് ഈ പവർ ഗ്രൂപ്പിനെ പറ്റിയൊന്നും അറിയുകയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ താരരാജാക്കന്മാർക്കും കഴിയില്ല മഹേഷ്. അത് മഞ്ജുഷിന്റെ വ്യാഖ്യാനമാണ്. ഞാൻ അതിനെ അതേ രീതിയിൽ തന്നെ തള്ളിക്കളയാണ്. കാരണം അമ്മ സംഘടന ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. അമ്മ സംഘടന തുടങ്ങിയിട്ട് 27-28 വർഷമായി. ഇത്രയും കാലം കൊണ്ട് അമ്മ സംഘടന ചെയ്ത ഒരുപാട് നല്ല പ്രവൃത്തികളും കാര്യങ്ങളും ഉണ്ടെന്ന് മാത്രമല്ല, അമ്മ സംഘടനയിലുള്ള അത്രയും നടിമാർ അല്ലെങ്കിൽ വനിതാ പ്രവർത്തകർ പുറത്തില്ലേയും താനും. അപ്പം ഇവരെല്ലാവരും ഇവരുടെ മൊറാലിറ്റി അല്ലെങ്കിൽ ഇവരുടെ എന്താ പറയുക സ്വഭാവ ഗുണത്തെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഇപ്പൊ തന്നെ അമ്മ സംഘടനയുടെ എന്താ സാമ്പത്തിക ഇത് കൂട്ടാനായിട്ട് ഒരു ഷോ നടത്താൻ പോകുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാവരും കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെയുള്ള ഒരുപാട് നടിമാരുണ്ട്. അവരെല്ലാം തന്നെ എന്തിനും തയ്യാറായിട്ട് അവിടെ നിൽക്കണമെന്നാണ് മഞ്ജുഷ് പറയുന്നത്. അതൊക്കെ തെറ്റായ വ്യാഖ്യാനം തന്നെയാണ്. മനസ്സിലല്ലേ? സംഘടന അമ്മ സംഘടനയ്ക്ക് ഇതിനകത്ത് നേരിട്ട് ഒരു ബന്ധവുമില്ല. അമ്മ സംഘടന ഉള്ളത് തന്നെ മലയാള സിനിമയിലുള്ള ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല. അമ്മ സംഘടന ഉള്ളത് സംഘടനയിലെ മെമ്പർമാർക്ക് അവരുടെ അഭിവൃദ്ധിക്ക്, അവരുടെ നന്മയ്ക്ക്, അവരുടെ നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടി നിലനിൽക്കുക എന്നുള്ളതാണ്. ശരി, ഒരു സംശയമില്ല. അമ്മ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലോ അതിനായിട്ട് പണം സമാഹരിക്കുന്ന കാര്യത്തിലോ ഒരു തർക്കവുമില്ല ശ്രീ മഹേഷ്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ച വസ്തുതകൾ ഉണ്ടല്ലോ, അതിനെ നമുക്ക് വസ്തുതകളായി തന്നെ കണക്കാക്കണം. കാരണം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് കൊണ്ടാണ് ഈ വിവരങ്ങൾ, അതിലെല്ലാവരും കൃത്യമായ വിവരങ്ങൾ നൽകിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ കമ്മിറ്റിക്ക് ബോധ്യമായ കാര്യങ്ങൾ കമ്മിറ്റി എഴുതി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഈ മലയാള സിനിമാ മേഖലയിലെ ഈ സംഘടനയ്ക്ക് മുന്നിൽ വന്ന് പറയുവാനുള്ള ആത്മവിശ്വാസം എന്തുകൊണ്ട് ഇവർക്ക് കിട്ടിയില്ല എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? അതുമാത്രമല്ല, ഈ വിലക്കുകളുടെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് ആലോചിക്കേണ്ടതല്ലേ? ഈ പവർ ഗ്രൂപ്പിനെ എതിർത്ത് കഴിഞ്ഞാൽ, പവർ ഗ്രൂപ്പിനെതിരെ ഒരു അക്ഷരം സംസാരിച്ചു കഴിഞ്ഞാൽ, അവർക്കെതിരെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സിനിമയിൽ അവസരമില്ല. മിണ്ടാതിരുന്നാൽ അവസരം കിട്ടും. ഈ WCCയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. WCC എന്ന പ്ലാറ്റ്ഫോം രൂപീകരിച്ച് അവർ മുന്നോട്ട് വന്ന് കുറേ കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിലും സർക്കാരിന് മുന്നിലും അവതരിപ്പിച്ചപ്പോൾ അതിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾക്ക് പോലും അവസരം നഷ്ടമായി. ഒരു പ്രധാനപ്പെട്ട അംഗം, ഇതിന്റെ സ്ഥാപനത്തിൽ മുതലുണ്ടായിരുന്നയാൾ, പേരെല്ലാവർക്കും അറിയാം, ഞാൻ പേര് പറയുന്നില്ല കാരണം ഈ റിപ്പോർട്ടിൽ ഇല്ലാത്തത് കൊണ്ട്, അവർ ഇതിൽ നിന്ന് പിന്മാറി, അവർക്ക് അവസരവും കിട്ടി. ഇതെല്ലാം മലയാള സിനിമയിൽ നടക്കുമ്പോൾ ഈ അമ്മയിൽപ്പെട്ട ആർക്കും ഇതൊന്നും അറിയുന്നില്ല, ഒന്നും അറിവില്ല എന്നാണോ? അതുമാത്രമല്ല, അമ്മയുടെ ആദ്യ പ്രതികരണം എന്താണ്? ഞങ്ങൾ പഠിക്കട്ടെ എന്ന്. എന്ത് പഠിക്കാനാണ്? പിന്നെ 200 ചില്ലാനും പേജുള്ള കാര്യം അതുപോലെ തന്നെ മെമ്മറി കയറ്റാനായിട്ട് ഇവരുടെ എല്ലാവരുടെയും തല കമ്പ്യൂട്ടറാണ്. പഠിച്ചിട്ടേ പറയാൻ സാധിക്കും. പക്ഷേ അല്ല, നിങ്ങൾക്ക് വായിക്കാനുള്ള സമയം കിട്ടിക്കാണും. അവരവിടെ ഷോ കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള റിഹേഴ്സലും മറ്റു കാര്യങ്ങളിലുമാണ്. ഞാനാണെങ്കിൽ യാത്രയിലുമായിരുന്നു. അതുകൊണ്ട് ഇത് മുഴുവൻ പഠിക്കാനൊന്നും സാധിച്ചിട്ടില്ല. പക്ഷേ മഞ്ജുഷ് പറയുന്നതിനെ മുഖ്യവിലക്കെടുത്താൽ തന്നെ ഒരു സിനിമയുടെ നിർമ്മാണ പ്രക്രിയയില് താരങ്ങളെക്കാൾ ഏറെ അതിന്റെ നിർമ്മാതാക്കള്, സാങ്കേതിക പ്രവർത്തകര്, അവരെയാണ് ഇതിന്റെ ആദ്യകാല തുടക്കം കുറിക്കുന്നത്. അതിനുശേഷമേ താരങ്ങളിലോട്ട് എത്തുകയും മറ്റ് കാസ്റ്റിംഗിലോട്ട് എത്തുകയും ചെയ്യുന്നത്. കാസ്റ്റിംഗ് നടക്കുമ്പോഴാണല്ലോ ഈ അനീതിക്ക് നടക്കുന്നതായിട്ട് പറയുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം മറക്കണ്ട. 3-4 പടത്തിൽ വേഷം കൊടുത്ത് 5ാമത്തെ പടത്തിൽ വേഷം കൊടുക്കാതെ വന്നപ്പോൾ പ്രതികരിച്ച രീതിയും നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഇതിന് ഈ നാണയത്തിന് 2 വശങ്ങളുണ്ട്. അത് നമുക്ക് വിസ്മരിച്ച് കളയാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, WCCയിലെ തന്നെ ഒരു മെമ്പർ അല്ലേ ഇപ്പം ഇതിന് തടഞ്ഞുകൊണ്ട് കോടതിയിൽ പോയത്? എന്തേ കാര്യം? WCC പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ ഇവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല. WCC ഗവൺമെന്റിനോട് മാത്രമേ പറഞ്ഞുള്ളൂ, കോടതിയിൽ ഇതിന്റെ കോപ്പി ചോദിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് രഞ്ജിനി മാഡം കോടതി പോയത്. എന്ത് കാര്യത്തിന്? ഇതെന്തായാലും ഇത്രയും വർഷം ഇത്രയും കാശ് മുടക്കി ഈ സാധനം, ഈ നികുതി പണം മുടക്കി ഇത്രയും സംഭവം ഉണ്ടാക്കി, ഈ 4.5 വർഷം മഞ്ജുഷ തന്നെ പറഞ്ഞല്ലോ ഇവരുടെ ഉള്ളിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നെന്ന്. ഇത് പുറത്തു വരേണ്ടതല്ലേ? എന്നായാലും പുറത്തു വരേണ്ടതല്ലേ? അത് എത്രയും പെട്ടെന്ന് വന്നാൽ താൻ കൊടുത്ത മൊഴി എന്താണ്, അതെങ്ങനെ രേഖപ്പെടുത്തി എന്നുള്ളത് ഇതിനകത്ത് മൊഴി കൊടുത്തവർക്ക് തന്നെ അറിയാലോ. എന്തിന് ഇപ്പൊ ഭയപ്പെടുന്നു? ന്യായമായ ചോദ്യമാണ്. ശരിയാണ്. എന്തിനാണ് രഞ്ജിനി കോടതിയിൽ പോയത് എന്ന് ഇപ്പോഴും അവർക്ക് കൃത്യമായിട്ട് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ കൊടുത്ത മൊഴി
അത് അതിനകത്ത് വ്യത്യസ്തമായിട്ട് റിപ്പോർട്ടിൽ വ്യത്യസ്തമായിട്ടാണോ രേഖപ്പെടുത്തിയത് എന്ന സംശയം ഇപ്പോൾ രഞ്ജിനിക്ക് ഉണ്ടാകാൻ കാരണം എന്തെന്നും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ബോധ്യം നമുക്ക് ആർക്കും കിട്ടിയിട്ടുമില്ല. WCCക്കെതിരെ സംസാരിച്ചു, ഈ കമ്മിറ്റി മുൻപാകെ എതിരായിട്ട് ഒരു മൊഴിയും കൊടുത്തില്ല എന്ന്. അതൊരു ഫൗണ്ടർ മെമ്പർ ആയിരുന്നു WCCയുടെ. മഞ്ജുഷേ, ഇതൊരു സർക്കാർ ജോലിയല്ല, ഇതൊരു സ്ഥിരം ജോലിയല്ല. ഇന്ന് ഒരാളുടെ കീഴിൽ, ഒരു ഡയറക്ടറുടെ കീഴിൽ, ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ കീഴിൽ ഇന്ന് ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ നാളെ വേറൊരു ഡയറക്ടറുടെ കീഴിൽ വേറൊരു കമ്പനിയുടെ പേരിലാണ് നമ്മൾ ആ പടം ചെയ്യുക. സ്ഥിരം ജോലിയല്ല. അതുകൊണ്ട് തന്നെ തൊഴിൽ കിട്ടാത്തതിന് ആരെയാണ് നമ്മൾ കുറ്റം പറയുക? ഇപ്പൊ തനിക്ക് മാർക്കറ്റ് ഉണ്ടെങ്കിൽ തനിക്ക് തന്നെ തേടി പടം വരും എന്ന് പറയുന്നത് പോലെ തന്നെ താൻ ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ തലവേദന ഉണ്ടാകാത്ത ഒരാളാണെങ്കിൽ പടം കൊടുക്കാം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവില്ലേ? ഇപ്പൊ ആരെ കുറ്റം പറയാൻ പറ്റും? ആ തലവേദന ഉണ്ടാക്കുന്നത് ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ഒരു തലവേദന പ്രശ്നം മാറ്റി നിർത്തുന്നു എന്നാണോ ഈ പറയുന്ന പവർ ഗ്രൂപ്പ് അവിടെ വർക്ക് ചെയ്യുന്നു എന്നല്ലേ മനസ്സിലാക്കുന്നത്? അമ്മ എന്ന സംഘടന ഒരു തലവേദന ഉണ്ടാക്കുന്നില്ല മഞ്ജുഷ. വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുകയാണെങ്കിൽ എനിക്ക് അതിന്റെ സ്ട്രോങ് ആയിട്ടുള്ള പറയേണ്ടി വരും. മഞ്ജുഷ വെറുതെ അമ്മ അസോസിയേഷൻ എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത്? ഒരു നിർമ്മാതാവിന്റെ തീരുമാനം എടുക്കുന്ന ഒരു സിനിമയെ പറ്റി ഒരു ഡയറക്ടറിന്റെ തീരുമാനം എടുക്കുന്ന ഒരു കഥാകൃത്തല്ലേ ആരൊക്കെ അതിനകത്ത് അഭിനയിക്കണം എന്നുള്ള സജഷൻ കൊടുക്കുന്നത്? അടുത്ത അമ്മ അസോസിയേഷൻ എന്താണ് കാര്യം? എനിക്ക് ഇഷ്ടംപോലെ സിനിമ കിട്ടുന്നുണ്ട്. ഒന്നോ രണ്ടോ പടങ്ങൾ മാത്രം കിട്ടുന്നത്. മഹേഷ്, പവർ ഗ്രൂപ്പ് ഉണ്ട് അവിടെ, പവർ ഗ്രൂപ്പ്. ശരി, നിങ്ങൾ പറയൂ, ഒരു 5 പേരുടെ പേര് പറയൂ പവർ ഗ്രൂപ്പിലെ പേരുകൾ. അവിടെ എഴുതിയിട്ടില്ല. 10 മുതൽ 15 അംഗങ്ങൾ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇത് ഏതോ സിനിമയിൽ പറയും, നിങ്ങൾ ദുബായ് കണ്ടിട്ടുണ്ടോ എന്ന് പറയും. ദുബായ് ഇല്ലേ എന്ന് പറഞ്ഞ പോലെ പേരുകളില്ല, പക്ഷെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇതെന്റെ അങ്ങനെയാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് താങ്കൾ തള്ളിപ്പറയുകയാണ്. തള്ളിപ്പറയല്ല, ഞാൻ അതാണ് പറഞ്ഞത്. എന്നെ പറയാൻ അനുവദിക്കൂ. ശരി, പറഞ്ഞോളൂ. എന്നെ പറയാൻ അനുവദിക്കൂ. എന്റെ വായിലോട്ട് കയറി മഞ്ജുഷ സംസാരിക്കാതെ. ഞാൻ പറഞ്ഞത് അവർക്ക് കിട്ടിയ റിപ്പോർട്ടിന്റെ പുറത്താണ് അവർ പറയുന്നത്. അല്ലാതെ അവർക്ക് അല്ലാണ്ട് എങ്ങനെയാണ് അവർക്ക് ഇതിനെപ്പറ്റി അറിയാൻ സാധിക്കുക? അവരോട് പറയുന്ന ചിലരുടെ റിപ്പോർട്ടിന്റെ പുറത്താണ് അവരത് പറയുന്നത്. അത് സത്യമാകണമെന്നില്ല. അതെങ്ങനെ സത്യമാണെന്ന് 100% പറയാൻ പറ്റും? കമ്മിറ്റിക്ക് സ്വയം ഒരു വിലയിരുത്തലുണ്ടല്ലോ. അതിന്റെ ഞാൻ വായിച്ച പാരഗ്രാഫിൽ കമ്മിറ്റി സ്വയം വിലയിരുത്തൽ നടത്തിക്കൊണ്ട് തന്നെയാണ് ആ WCC മെമ്പറിന്റെ കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത്. അവർ ഒരു ഫൗണ്ടർ മെമ്പർ ആയിരുന്നു. അവർക്ക് സിനിമയിൽ ഈ WCCക്ക് വേണ്ടി നിന്ന സമയത്ത് അവസരമില്ലായിരുന്നു. പക്ഷേ WCCക്കെതിരെ അവർ വരികയും സിനിമയിൽ ഒരു പ്രശ്നവുമില്ല, ഇങ്ങനെ ഈ WCC പറയുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന രീതിയിൽ മൊഴി കൊടുക്കുകയും ചെയ്തതിന് ശേഷം, അങ്ങനെ സ്റ്റാൻഡ് എടുത്തതിന് ശേഷം അവർക്ക് ഇഷ്ടം പോലെ അവസരം കിട്ടിയെന്ന് അത് വിലയിരുത്തലായിട്ട് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മഹേഷ് ഈ റിപ്പോർട്ടിൽ. അതുകൊണ്ടാണ് ഞാൻ വായിച്ചത്. താങ്കൾ ആ ഭാഗം വായിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. അതായിക്കോട്ടെ, അത് അവർക്ക് കിട്ടിയ ഇവരിൽ നിന്നുള്ള ആ നടിയിൽ നിന്നുള്ള മൊഴിയിൽ നിന്നും അവർ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെ പലരും കൊടുക്കുന്ന മൊഴിയിൽ നിന്നും അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് അവര് ഇതെല്ലാത്തിനും പുറമെ ഇത് എന്തിനാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്? ഇതിന് ശാശ്വതമായ പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഈ ആരോപണങ്ങൾ പറഞ്ഞവരെ ക്രൂശിക്കാൻ വേണ്ടിയിട്ടല്ല.